നമസ്കാരം, ഞാൻ ജയന്താണ്. കൽക്കി എല്ലാ പടവും ആദ്യത്തെ ഷോ കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ചിത്രം എനിക്ക് ഒരു ചെറിയൊരു കാര്യം കൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ പോയി കണ്ടത്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കണ്ടാൽ ഞാൻ പോയി കണ്ടത്. പക്ഷേ നിരാശപ്പെടുത്തിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് ലാഗെന്ന് വെച്ചാൽ ഭൂലോക ലാഗ്. നമുക്ക് ഇരിക്കാൻ പറ്റാത്ത രീതി ഇറങ്ങിപ്പോയാലോ എന്ന് പറഞ്ഞ് തോന്നുന്ന ഒരു ലാഗ്. പ്രഭാസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു വലിയ ഗുമ്മായിട്ടോ അങ്ങനെയൊന്നും തോന്നിയില്ല. ഒരു സാധാരണ ഒരു അവാർഡ് മൂവി ഒരു പ്രത്യേക രീതിക്ക് ചെയ്തു വെച്ചേക്കുന്നു. പക്ഷേ എനിക്കെടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഇംഗ്ലീഷ് മൂവി ലെവലിലേക്കൊക്കെ മാറിയതായി തോന്നി. പക്ഷേ മാറിയെങ്കിലും ഇവരെന്താണ് ഈ KGF കളർ ഗ്രേഡ് മാറാതെ അത് തന്നെ എല്ലാ പടങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. കാര്യം നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏത് മൂവി, ഇതേപോലുള്ള ഏത് വലിയ മൂവി എടുത്ത് നോക്കിയാലും അതിൻ്റെ കളർ ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാപ്പിപ്പൊടിയും ഗ്രേയും എല്ലാം കൂടെ കലർന്ന ഒരു ഗ്രേഡാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. എന്താണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നറിയത്തില്ല. ഇപ്പോൾ സലാറാണെങ്കിലും KGF ഫസ്റ്റും സെക്കൻഡൊക്കെ ആണെങ്കിൽ പോലും അവർ ആണിതിൽ ചെയ്തേക്കുന്നതെന്ന് അറിയത്തില്ല. അവർക്ക് ജസ്റ്റ് അതും കൂടെ മാറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക ഒരു പുതുമ ആ ഒരു പടത്തിന് കിട്ടിയേനെ. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല ലാഗാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് ആണ് കുറച്ചൊരു നമുക്കൊരു ഇതിൽ ഇരുന്ന് കാണാൻ പറ്റുന്നത്. എന്തായാലും അതൊരു ഇനി പല പാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇൻട്രോ പോലെയാണ് ആ ഒരു പടം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. കമലഹാസൻ്റെ കളികൾ നമ്മൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. പ്രഭാസിൻ്റെയും ദുൽഖറിൻ്റെയും കർണൻ എന്ന് പറയുന്ന പ്രഭാസിൻ്റെ ക്യാരക്ടറും എല്ലാം നമ്മളിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഒരു വൻ സംഭവമായിരിക്കാം നെക്സ്റ്റ് പാർട്ട് ചിലപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്ത് പറയേണ്ടത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ചില ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ചില കാര്യങ്ങളായി തോന്നുമെങ്കിലും അതൊരു വെറൈറ്റി കാര്യം. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി അവർക്കൊപ്പം വളരാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ എന്തായാലും നല്ല സന്തോഷമുണ്ട്. എന്തായാലും കാണാൻ പോണവർക്ക് എന്തായാലും പോയി കാണാൻ പറ്റുന്നൊരു നല്ല ചിത്രമാണ്. ലാഗ് എന്തായാലും ഫസ്റ്റ് ഹാഫ് നല്ല ലാഗുണ്ട്. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഒരു കുറച്ച് ലാഗ് ഒഴിച്ചാൽ ബാക്കി ഓവറോൾ ഓക്കെ ആണ്. പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ടതായിട്ടൊന്നും ഈ ചിത്രത്തിലൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് ടൈം, ഒരു 3 മണിക്കൂർ കളയണമെങ്കിൽ തിയേറ്ററിനകത്ത് കയറിയിരുന്ന് കാണാൻ പറ്റുന്ന രീതിക്കുള്ള ചിത്രം. പിന്നെ പ്രഭാസിൻ്റെ ഒരുപാട് ഫിലിംസൊക്കെ ഇറങ്ങി പൊട്ടി പാളീസായി നിൽക്കുന്ന ഒരു സമയത്ത് എന്തായാലും ഇതൊരു മികച്ച ചിത്രമാണ്.